ഇപ്പോഴിതാ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ യൂറോപ്യൻ യൂണിയൻ ഒരു പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ദയവായി വ്യോമാക്രമണം നിർത്തണം എന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിനോട് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ പുറത്തു പറഞ്ഞൊരു വാർത്തയിൽ ബ്രിട്ടീഷ് കൗൺസിൽ അടക്കം യൂറോപ്യൻ യൂണിയന്റെ ഓഫീസ് അടക്കം റഷ്യ സമ്പൂർണ്ണമായി തച്ച് തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് യൂറോപ്യൻ യൂണിയൻ തന്നെ രംഗത്തെത്തിയിട്ട് പറയുന്നത് ദയവായി ചർച്ചയ്ക്ക് വരണം. പുടിനോട് യൂറോപ്യൻ യൂണിയൻ പറയുന്നു ചർച്ചയ്ക്ക് വന്ന് നമുക്ക് എന്തുണ്ടെങ്കിലും ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്നാണ് പറയുന്നത്. ബ്രസൽസിൽ അതായത് വ്യോമാക്രമണം നിർത്തി ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് പുടിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലൈൻ, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിൻ എന്നിവരുമായി ഫോണിൽ സംസാരിച്ചു എന്നാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഇതോടൊപ്പം യൂറോപ്പ് യുക്രൈൻ്റെ സുരക്ഷ ഉറപ്പ് നൽകുന്നത് തുടരുമെന്നും നീതിയുക്തവും ശാശ്വതവുമായിട്ടുള്ള സമാധാനത്തിനായി പ്രതിരോധത്തിന് പൂർണ്ണ സഹായം നൽകുന്നത് തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്ന പോസ്റ്റിൽ അദ്ദേഹം എഴുതി. പ്രസിഡന്റ് സെലൻസ്കിയോടും US പ്രസിഡന്റിനോടും സംസാരിച്ചു. യൂറോപ്യൻ കമ്മീഷൻ ഓഫീസിന് കേടുപാടുകൾ സംബന്ധിച്ച് കീവിനെതിരായിട്ടുള്ള വൻ ആക്രമണത്തെക്കുറിച്ചും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. യൂറോപ്പ് നീതിയുക്തമായ സമാധാനം ആഗ്രഹിക്കുന്നു, അതിനാൽ യുക്രൈന് ശക്തമായ സുരക്ഷയും ഉറപ്പ് നൽകുന്നു. അങ്ങനെ രാജ്യം അതിൻ്റെ ഉരുക്കു പോലെയുള്ള ഒരു സ്വാഭാവിക കവചമായി മാറ്റുന്നതിൽ അതിൻ്റെ പൂർണ്ണ പങ്ക് വഹിക്കുമെന്നാണ് ഇവർ പറയുന്നത്. ബുധനാഴ്ച രാത്രി റഷ്യ മുൻകൂട്ടി തയ്യാറാക്കിയ മിസൈൽ ആക്രമണം നടത്തിയതായും നിരപരാധികളായിട്ടുള്ള സാധാരണക്കാർ കൊല്ലപ്പെടുകയും യുക്രൈനിയൻ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തതായും യുക്രൈനിലെ യൂറോപ്യൻ യൂണിയൻ അംബാസഡർ കാറ്ററിന മർച്ചേന യൂറോ ന്യൂസിനോടാണ് അഭിപ്രായപ്പെട്ടത്. കീവിലെ യൂറോപ്യൻ യൂണിയൻ ഓഫീസ് കെട്ടിടത്തിനും കേടുപാടുകൾ സംഭവിച്ചു. എന്നാൽ ഭാഗ്യവശാൽ ജീവനക്കാർക്ക് ആളപായമോ ശാരീരികമായിട്ടുള്ള മറ്റു പരിക്കുകളോ ഇല്ലാതെ രക്ഷപ്പെടുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.